ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ല നാടൻ രീതിയിലുള്ള പോർക്കൊലത്തിയതാണ് കാണിക്കുന്നത്. നല്ല കായും തേങ്ങക്കൊത്തിട്ടിട്ടുള്ള പോർക്കൊലത്താണ് ഇത്. ഇതിന് മുൻപ് ഞാനൊരു പോർക്ക് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഐക്കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എല്ലാവരും ഒന്ന് പോയി കാണണം. ഞാനിവിടെ 2.5 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിനാണ് മസാലയൊക്കെ ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്ത കാരണം ഞാൻ കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. മുൻപ് ചെയ്ത റെസിപ്പിയിൽ ഞാൻ തുറന്നിട്ടിട്ടാണ് ചെയ്ത് കാണിച്ചത്. നല്ല ഫ്രൈങ് പാനിലാണ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഞാനിത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്ത കാരണമാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണോളം കുരുമുളകാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുരുമുളകിൻ്റെ അളവ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു 2 ചെറിയ ടീസ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതിൽ നമ്മൾ തക്കാളിയൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിനാഗിരിയുടെയും നാരങ്ങനീരിൻ്റെയും പുളിയിലാണ് ഈ ഒരു മസാല ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുവാണ്. ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 15 മിനിറ്റ് നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ചെറിയ ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു ഇറച്ചിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറേ നേരം വെക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തേങ്ങാക്കൊത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങാക്കൊത്ത് നമ്മൾ സെപ്പറേറ്റ് വറുത്തിട്ടല്ല ചേർക്കുന്നത്. നമ്മൾ ഈ പോർക്കിറച്ചിയുടെ കൂടെ തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ വിസിലടിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. കാരണം പോർക്കിൽ തന്നെ നന്നായിട്ട് വെള്ളം അതുപോലെ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ നമുക്കൊരു 4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. 2 വലിയ പച്ചക്കായ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിനാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത്. ആ പോർക്കിൻ്റെ അതേ അളവിൽ തന്നെ അരിയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്ത് അതിൽ വെള്ളവും നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഞാൻ കായ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്കിൽ, അതായത് പോർക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ കായ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത്. കുക്കർ അടച്ചൊന്നും കൊടുക്കണ്ട, നമുക്ക് തുറന്നിട്ട് തന്നെ നമുക്ക് ഈ കായ വേവിച്ചെടുക്കാം. നമുക്ക് കായ വേവുന്ന സമയം കൊണ്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് താളിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചെറിയ പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പച്ചമുളക് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 8 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് കളറൊന്നും മാറണ്ട. നമുക്കിതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞതാണ്, നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവോളയൊക്കെ ഒരുപാട് കളറ് മാറുന്നത് വരെ വഴറ്റുന്ന ഒരു പ്രൊസീജിയറൊന്നുമല്ല ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകം എന്ന് പറയും. അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അവസാനം നമ്മൾ ഗരം മസാല വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെരുംജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. സവാള ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട, നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. നമ്മളിതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാനുണ്ട്. നമ്മൾ ആദ്യം ഇറച്ചി വേവിക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തതാണ്. ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോഴും കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഫ്ലേവറൊക്കെ അങ്ങനെ പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിവിടെ കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കേണ്ട, കുരുമുളകിൻ്റെ കളറാണ് താല്പര്യമെങ്കിൽ, കുറച്ച് ഡാർക്ക് കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചെറിയൊരു ചുമന്ന കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീരി പൗഡറും ചേർത്ത് കൊടുക്കുന്നത്.
നമുക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം നോക്കി വെക്കണം. ഒരുപാട് കരിഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ മസാലപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കരുത്. മസാലയൊക്കെ മൂത്ത മണം വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് നേരം ടോസ്റ്റ് ചെയ്തെടുക്കണ്ട. ആ ഗരം മസാല ഫ്ലേവർ അങ്ങ് പോവും. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഗരം മസാല ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല ആണെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വേണം ബാക്കി നമ്മുടെ പോർക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പോർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നന്നായിട്ട് നെയ്യൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇറച്ചിയുടെ സ്റ്റോക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് സ്റ്റോക്കും നെയ്യും ഉണ്ടെങ്കിൽ നമുക്ക് അളവ് നോക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പോർക്ക് ആയതുകൊണ്ട് തന്നെ നല്ലോണം നെയ്യ് ഇറങ്ങി വരും. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യും അതിലത്തെ സ്റ്റോക്കും ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ പോർക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഒരുപാട് നെയ്യ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മടുത്തു പോണ പോലെ തോന്നും. നമുക്ക് ആ പോർക്കിൻ്റെ നെയ്യിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കഴിക്കാനായിട്ട് കുറച്ച് മടുപ്പ് തോന്നും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള നെയ്യ് പകുതിയോളം ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ പോർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കുഴമ്പ് രീതിയിൽ അല്ലെ ഗ്രേവി ടെക്സ്റ്റൈലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യ് ഒരുപാട് വേണ്ട. കാരണം നമുക്ക് ഇതിൽ ഉരുകാത്ത നെയ്യിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇതിന് മുൻപ് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പോർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപാട് നെയ്യ് വരുമ്പോൾ അത് കളയാൻ പറ്റുമോ എന്നൊക്കെ കുറേ സംശയങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. നമുക്ക് നെയ്യ് മാറ്റാം. നമുക്ക് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ പോർക്കിന് നല്ല ഫ്ലേവറാണ്. നമ്മുടെ പോർക്ക് നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് മസാല കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടുന്നത് ആ കറിവേപ്പിലയുടെ മണത്തിലാണ് കേട്ടോ. നമ്മളിത് തക്കാളി ഒന്നും ചേർക്കുന്നില്ല. ഇതിന് പകരമായിട്ട് നമുക്കൊരു വലിയ നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ പോർക്കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. ഒരു വലിയ നാരങ്ങയുടെ നീരാണ് ഒഴിക്കുന്നത്. അപ്പോൾ കുരു ഒന്നും പെടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നീര് മാത്രം അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാം. നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ ഈ ഒരു പോർക്ക് കഴിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പച്ച സവോള കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.